ധീമഹിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിത്യബുദ്ധ എന്ന് പറയുന്ന 149ാമത്തെ നാമമാണ് വിശകലനം ചെയ്യുന്നത്. ഈ എപ്പിസോഡിൽ നിത്യബുദ്ധായേ നമഃ, ഓം നിത്യബുദ്ധായേ നമഃ എന്ന് നമുക്ക് മന്ത്രരൂപേണ ചൊല്ലാം. വളരെ വിശേഷപ്പെട്ടൊരു മന്ത്രം തന്നെയാണിത്. എപ്പോഴും ജാഗ്രതാവസ്ഥയിലും അഥവാ ഉണർന്നും പ്രബുദ്ധയായും ഇരിക്കുന്നവളാണ് സദാസാക്ഷിണിയായിട്ടുള്ള ദൈവം അല്ലെങ്കിൽ ദേവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സദാസാക്ഷിണി, സർവസാക്ഷിണി, സാക്ഷിവർജിത എന്നൊക്കെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പഠിക്കുകയും പാരായണം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിനും സാക്ഷിണിയാണ്, എല്ലായ്പ്പോഴും. ഷീ ഈസ് ഓൾവേസ് എവേക്ക് ആൻഡ് ആക്റ്റീവ്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ റിയാലിറ്റീസും, ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം യാഥാർത്ഥ്യങ്ങളും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവളും അതിന് സാക്ഷിണിയായവളുമാണ് ദേവി എന്നർത്ഥം. എപ്പോഴും ഉണർന്നിരിക്കുകയാണ്, പ്രബുദ്ധയുമാണ് എന്നർത്ഥം. ചിച്ചൈതന്യം തന്നെയാണ് ദേവി. ആ ദേവിയിലെ സർവ്വവിജ്ഞാനങ്ങളും അടങ്ങിയിരിക്കുന്നു. ദേവിയിൽ അടങ്ങാത്ത ഒരു വിജ്ഞാന ശാഖകളുമില്ല. എല്ലാ വിജ്ഞാന ശാഖകളും ദേവിയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള എനി ബ്രാഞ്ച് ഓഫ് നോളജ് ഇൻ ദിസ് യൂണിവേഴ്സ്, എനിത്തിങ് കണക്റ്റഡ് വിത്ത് നോളജ് ഓർ നോയിങ്, അത് ദേവി തന്നെയാണ്. ദേവിയിൽ നിന്നും ഒട്ടും അന്യമല്ല അത്തരം കാര്യങ്ങൾ എന്നർത്ഥം. അതുകൊണ്ട് ദേവി നിത്യബുദ്ധയാണ് എന്നാണ്. നഹി വിജ്ഞാതേർ വിപരിലോകോ വിദ്യതേ എന്ന് പറയുന്നുണ്ട്, ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ശ്രുതിവാക്യ പ്രകാരം ബ്രഹ്മജ്ഞാനം ജ്ഞാതാവിൽ നിന്നും അഭിന്നമാണെന്നാണ് പറയുക. അതുകൊണ്ട് ഈ ജ്ഞാനവും ജ്ഞാതാവും ഒന്ന് തന്നെയാണ്. അറിവും അറിയുന്നവളും അല്ലെങ്കിൽ അറിയുന്നവനും ഒക്കെ തന്നെ ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ദേവിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിത്യമായ ശുദ്ധ ബുദ്ധിയോടുകൂടിയവളാണ് ദേവി എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ദേവിയിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു ജ്ഞാനവുമില്ല. അപ്പോൾ ദേവിയെ തന്നെ പിടിക്കുക, ദേവി തന്നെയാണ് ഈ ജ്ഞാനം ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഓം നിത്യബുദ്ധ എന്ന് പറയുന്ന ഈ മന്ത്രം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് സർവ്വതും ലഭിക്കും എന്നുള്ളതാണ്. ഏറ്റവും ഉത്തുംഗമായിട്ടുള്ള, ഏറ്റവും ഉപരിയായിട്ടുള്ള ബോധം, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി ഈ മന്ത്രം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ, അല്ലെങ്കിൽ ജ്ഞാനതൃഷ്ണയുള്ളവർ, ജിജ്ഞാസുക്കളായിട്ടുള്ള ആൾക്കാർ, വിജ്ഞാനം ആർജിക്കണമെന്ന് താല്പര്യമുള്ളവർ, എല്ലാവരും തന്നെ ഈ മന്ത്രം നിരന്തരമായിട്ട് ഉപാസിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ 149ാമത്തെ നാമം മന്ത്രരൂപേണ ഓം നിത്യബുദ്ധായേ നമഃ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിശേഷമാണെന്നാണ്. അപ്പോൾ നമ്മൾ 149ാമത്തെ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നാമത്തിൻ്റെ പൊരുൾ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 150ാമത്തെ നിരവധ്യ എന്ന് പറയുന്ന ആ നാമത്തിൻ്റെ പൊരുൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം, മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം.